നമസ്കാരം. CPR ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ പുനഃസ്ഥാപിക്കാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടാണ് ചെയ്യേണ്ടത്. 30 കംപ്രഷൻസും 2 ആർട്ടിഫിഷ്യൽ ബ്രെത്തുമാണ് ഇതിൽ വരുന്നത്. അതിനായി പേഷ്യന്റിന്റെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുക. CPR ചെയ്യുന്ന ആളുടെ ഷോൾഡർ കിടക്കുന്ന രോഗിയുടെ ശരീരവുമായി 90 ഡിഗ്രിയിലായിരിക്കണം. CPR ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ പൊസിഷൻ ഈ വിധമായിരിക്കണം. ആദ്യത്തെ കൈക്ക് മുകളിലായി അടുത്ത കൈ വെക്കുക. ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് വേണം വെക്കാനായിട്ട്. ഇനി കംപ്രഷൻ കൊടുക്കുന്നത് കൈയുടെ ഈ ഭാഗം വെച്ചായിരിക്കണം കംപ്രഷൻ കൊടുക്കുന്നത്. കംപ്രഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ എൽബോ മടങ്ങാൻ പാടില്ല. സ്ട്രെയിറ്റ് ആക്കി വെച്ച് തന്നെ വേണം കംപ്രഷൻ കൊടുക്കാനായിട്ട്. 5 മുതൽ 7 സെന്റിമീറ്റർ വരെ താഴ്ത്തി വേണം കംപ്രഷൻ കൊടുക്കുവാൻ. ഇങ്ങനെ 30 കംപ്രഷൻസിന് 2 ബ്രെത്ത് എന്ന രീതിയിൽ 5 വട്ടം ചെയ്യണം. പേഷ്യന്റ് അബോധാവസ്ഥയിലായതുകൊണ്ട് നാക്ക് പിന്നിലേക്ക് പോയി നമ്മൾ കൊടുക്കുന്ന ശ്വാസം പ്രോപ്പറായിട്ട് ഹൃദയത്തിലേക്ക് എത്താതിരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് നെറ്റിയിൽ അമർത്തി മറ്റേ കൈയുടെ 2 വിരലുകൾ താടിയിൽ മുകളിലേക്ക് അമർത്തി തല ബാക്കിലോട്ട് ചരിച്ച് താടി ഉയർത്തി മൂക്കടച്ച് വേണം ശ്വാസം കൊടുക്കുവാനായിട്ട്. CPR ചെയ്യുന്ന ആൾക്ക് രോഗങ്ങൾ പിടിക്കാതിരിക്കാനായി ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന നിലയിൽ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്ത് ശ്വാസം കൊടുക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.